ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മംസ് ഫ്ലേവർ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എള്ളുണ്ട എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ എള്ളുണ്ട ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 50 ഗ്രാം എള്ളാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കര ഇതുപോലെ പാവ് കാച്ചേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ ശർക്കരയിൽ ചിലപ്പോൾ കല്ലും മണ്ണും ഒക്കെ കാണും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പാവ് കാച്ചി എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരു മുറി തേങ്ങയോളം ഞാൻ ചിരുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കാം. അതും ഒരുപാടൊന്നും വറുക്കൊന്നും വേണ്ട, ജസ്റ്റ് കൈച്ചൂട് വരത്തക്ക രീതിയിലൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എള്ള് ഇടാം. എള്ള് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുണ്ട് നമ്മള്. ഇനി ഇതേ ജാറിലോട്ട് തേങ്ങ, അധികം വന്നിരിക്കുന്ന എള്ള് എന്നിവ ചേർത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് അരയ്ക്കാം. അങ്ങനെ നമ്മൾ എള്ളും തേങ്ങയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാവ് കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ ഒരുപാടൊന്നും ഈ ശർക്കര പാനി എടുത്ത് ഒഴിക്കരുത്, കുറേശ്ശെ വേണം ഒഴിക്കാന്. അപ്പം നമുക്ക് തന്നെ അറിയാൻ സാധിക്കും ഇത് ഉണ്ടയാക്കാൻ പരുവമായിട്ടുണ്ടോ എന്നത്. അപ്പോൾ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾ ശർക്കര പാനി ഒഴിച്ച് ഉണ്ടയാക്കാൻ പരുവത്തിന് ഇതൊന്ന് തരപ്പെടുത്തിയെടുക്കുക. ഇപ്പോൾ നമുക്കിത് ഉണ്ട പിടിക്കാൻ പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ട പിടിച്ചു തുടങ്ങാം. ഞാൻ ഇത്രത്തോളം വലിപ്പത്തിലാണ് ഉണ്ട പിടിക്കുന്നത്. ഇതിന്റെ വലിപ്പവും ചെറുപ്പവും എല്ലാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം ഉണ്ട പിടിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ഡിഷാണിത്. പക്ഷേ ഇതിൽ തേങ്ങയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ആയുസ് ഇതിനു ഇല്ല. തേങ്ങ ചേർത്തത് കൊണ്ട് ഇത് കനച്ചു പോകുന്നതായിരിക്കും. അപ്പം കുട്ടികൾക്കും മറ്റും ചായയുടെ കൂടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ ഈ മെത്തേഡിനേക്കായി സിമ്പിളായിട്ടുള്ള മറ്റൊരു മെത്തേഡിൽ കൂടെ നമുക്ക് ഈ എള്ളുണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ അധികം താമസിക്കാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.